ചാനൽ ചർച്ചയിലെ പരാമർശത്തിനെതിരെ പി.കെ. ശ്രീമതി നൽകിയ മാനനഷ്ട കേസിൽ ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞു. ചാനൽ ചർച്ചയിൽ ഗോപാലകൃഷ്ണൻ ഉന്നയിച്ച ആരോപണമാണ് കേസിന് ആധാരമായത്. പക്ഷെ നിർഭാഗ്യവശാൽ ടീച്ചർക്ക് കുറച്ചുകൂടി അത് ആ ഒരു മാനസിക വിഷമം ടീച്ചർക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ഇവിടേക്ക് വരേണ്ടി വന്നു. ഞാൻ ക്വാഷ് ചെയ്യാൻ കേസ് കൊടുത്തു. ആ ക്വാഷ് ചെയ്യാനുള്ള കേസിൻ്റെ സമയത്താണ് ഈ മീഡിയേഷൻ വന്നത്. ഇന്ന് മീഡിയേറ്ററിന് മുമ്പിൽ വെച്ച് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന മീഡിയേറ്ററിന് മുമ്പിൽ വെച്ച് ഈ കേസ് ഞങ്ങൾ പരസ്പരം ഒത്തുതീർന്നിരിക്കുന്നു. ടീച്ചർക്കുണ്ടായിട്ടുള്ള ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ടീച്ചർ ഒന്നും കൂടി തൃപ്തി ആയിക്കോട്ടെ എന്ന് വീണ്ടും പറയുന്നു. ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതോടുകൂടിയിട്ട് ടീച്ചറും ഞാനും തമ്മിൽ രാഷ്ട്രീയമായിട്ടുള്ള വലിയ അകൽച്ചയുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള രണ്ടന്തരത്തിലാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും മാനസികമായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ടീച്ചറുടെ വ്യഥയും വിഷമവും, അതുപോലെ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലുള്ള ടീച്ചറുടെ വിഷമവും, ഇത് രണ്ടും കണക്കിലെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള തെറ്റ് അദ്ദേഹം തന്നെ സ്വയം ഏറ്റുപറഞ്ഞു. അദ്ദേഹം ക്ഷമ ചോദിച്ചു. അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. അത്രയേ അല്ലാതെ അദ്ദേഹത്തിന് ഒരു കേസിൽ കുടുക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഇതൊന്നും അല്ല. എനിക്കുണ്ടായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള എൻ്റെ കുടുംബത്തിനും എനിക്കും എൻ്റെ മകനും ഉണ്ടായിട്ടുള്ള വിഷമം വളരെ വലുതായിരുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങൾ നൽകും. പ്രദീപ്, ഗോപാലകൃഷ്ണൻ തെറ്റേറ്റു പറഞ്ഞതോടെ ശ്രീമതി ടീച്ചർ ക്ഷമിച്ചോ? പ്രശ്നം അവസാനിച്ചോ? അക്ഷയ, കോവിഡ് കാലത്ത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്നും മറ്റുപകരണങ്ങളും വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ബി. ഗോപാലകൃഷ്ണൻ പി.കെ. ശ്രീമതിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ആക്ഷേപം ഉന്നയിച്ചത്. ഇത് തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് പി.കെ. ശ്രീമതി ഈ ആരോപണം പിൻവലിക്കണമെന്ന് ഗോപാലകൃഷ്ണനോട് ആവശ്യപ്പെട്ടു. ഇതിന് തയ്യാറാകാതെ വന്ന സാഹചര്യത്തിൽ ആദ്യം കണ്ണൂരിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. എന്നാൽ അവിടെ വെച്ച് കേസ് ഒത്തുതീർപ്പായില്ല. ഇതേ തുടർന്നാണ് കേസ് ഹൈക്കോടതിയിൽ എത്തിയത്. ഹൈക്കോടതി ചോദിച്ചതും ഇത് ഒരു മധ്യസ്ഥതയുടെ ഒത്തുതീർപ്പാക്കിക്കൂടെ എന്നുള്ളതായിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ പി.കെ. ശ്രീമതി ടീച്ചറോട് അവർക്കുണ്ടായ മാനഹാനിയിൽ ഖേദം രേഖപ്പെടുത്തിയത്. ഇത്തരത്തിൽ അവരോട് ക്ഷമ ചോദിക്കുന്നതായി അദ്ദേഹം പറയുകയും ചെയ്തു. ഗോപാലകൃഷ്ണൻ്റെ ഈ വാക്കുകൾ ശ്രീമതി ടീച്ചർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നേരത്തെ അന്തരിച്ച പി.ടി. തോമസ് എറണാകുളത്ത് നടത്തിയ ഒരു ആക്ഷേപം, അല്ലെങ്കിൽ അദ്ദേഹം പരാമർശിച്ച കാര്യം താൻ വീണ്ടും പരാമർശിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ബി. ഗോപാലകൃഷ്ണൻ പറയുന്നത്. എന്നാൽ ഈ പരാമർശം തെളിയിക്കുന്നതിന് തൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ശ്രീമതി ടീച്ചറോട് ഇത്തരത്തിൽ ക്ഷമായാചന നടത്തുന്നു എന്നാണ് ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അതേസമയം ഇത്തരത്തിലൊരു ആരോപണം തനിക്ക് ഏറെ മാനഹാനി ഉണ്ടാക്കി, തന്നെ മാത്രമല്ല കുടുംബാംഗങ്ങളെ കൂടി ഈ ആരോപണത്തിലേക്ക് വലിച്ചിഴിച്ചു. തെളിവില്ലാതെ ആരും ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെയാണ് ബി. ഗോപാലകൃഷ്ണനെതിരെ കേസുമായി ഹൈക്കോടതി വരെ എത്തിയത് എന്ന് പി.കെ. ശ്രീമതി ടീച്ചറും പറഞ്ഞു. എന്തായിരുന്നാലും ഇരുവരും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം ഒത്തുതീർപ്പായിരിക്കുന്നു.